ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിജയലക്ഷ്മി കാത്തു നിൽക്കുകയാണ് ഗോവിന്ദ് വരുന്നതും കാത്തിട്ട്. പക്ഷേ ഗോവിന്ദിൻ്റെ കൂടെ ഗീതു ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗീതുവിനെ കണ്ടപ്പോഴേക്കും വിജയലക്ഷ്മിയുടെ സർവ്വ ധൈര്യവും ചോർന്നു പോയി. അപ്പം വിജയലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയത് കാരണം ഇതൊക്കെ വണ്ടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാത്തു നിന്നത്. പക്ഷേ ഗീതു അപ്പം തന്നെ പറയുന്നുണ്ട്, അമ്മ ഗോവിന്ദേട്ടനെ കാത്തു നിന്നതാണ്, എന്തോ പറയാൻ വേണ്ടിയിട്ടാണ്, ഞാനൊരു ഡിസ്റ്റർബ് ആവുകയാണെങ്കിൽ ഞാൻ മാറി നിൽക്കാം എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എനിക്ക് ഇവരോടൊന്നും സംസാരിക്കാനില്ല. എന്നിട്ട് ഗോവിന്ദ് കാറിലേക്ക് കയറുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, അമ്മ കണ്ണേട്ടനോട് എന്തോ പറയാൻ വേണ്ടി കാത്തു നിന്നതായിരുന്നില്ലേ? അപ്പം വീണ്ടും വിജയലക്ഷ്മി പറയാണ്, ഇല്ല മോളെ, ഒന്നുമില്ല, ഞാൻ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് നിന്നതാണ്. അപ്പോൾ ഗീതു അതുപോലെ തന്നെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് തിരിച്ച് കാറിലേക്ക് കയറാൻ വേണ്ടി പോകുന്നിടത്ത് വീണ്ടും ഗീതു തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പറയും, രഞ്ജുവിനെ ചെമ്പകശ്ശേരിയിൽ വെച്ച് അജാസ് കണ്ടു എന്നുള്ളത് കണ്ണേട്ടനോട് പറയാൻ വേണ്ടി നിന്നതല്ലേ? ശരിക്കും വിജയലക്ഷ്മി ഷോക്കായി പോവുകയാണ്. ഷോക്കായിട്ട് നിന്ന വിജയലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ട് ഗീതു പറയുന്നുണ്ട്, ഇനി അത് പറയണ്ട. മാഡം എനിക്കെങ്ങനെ അമ്മയായോ അതുപോലെ തന്നെ എനിക്ക് സഹോദരനായി മാറിയ ആളാണ് അജാസ്. വിജയലക്ഷ്മി ഒരു സങ്കടഭാവത്തിൽ ചിരിക്കുകയാണ്. അപ്പം ഗീതവും പറയുന്നുണ്ട്, ഇപ്പോൾ എന്തും കണ്ണേട്ടനോട് പറയും മുന്നേ അയാൾ എന്നോട് പറയും. ഒരു മറുപടി ഇല്ലാതെ വിജയലക്ഷ്മി ഗീതുവിൻ്റെ സംസാരം കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗീതു സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് എന്തും അജാസ് കേൾക്കുകയും ചെയ്യും. എന്നിട്ടൊന്നും പിന്നെ യാത്രയൊന്നും പറയാതെ ഗീതു പോയി കാറിൽ കയറി ഇരിക്കുകയാണ്. അപ്പം കാറ് പോയിക്കൊണ്ടിരിക്കുക ഗീതു മിററിൽ കൂടെ നോക്കുന്നുണ്ട് വിജയലക്ഷ്മി അവിടെ തരിച്ചു നിൽക്കുന്ന ആ ഒരു രംഗം. അതേസമയം ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ സ്ത്രീ ഗീതുവിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട എല്ലാ രഹസ്യങ്ങളും വെളിച്ചത്താക്കും. അതേസമയം അറക്കല്ല് വന്ന് തപസ്സിരിക്കുകയാണ് വിലാസിനി. അയ്യോ, തലവേദന എടുത്തിട്ട് വയ്യേ. ശരിക്കും ഉണ്ടല്ലോ, എനിക്ക് ഈ തലവേദന തുടങ്ങിയിട്ട് 2 മാസമായി. മൊബൈലൊക്കെ ഇതേ ഇത്രയും അകലത്തേക്ക് വെച്ചാലേ കാണുള്ളൂ. രഞ്ജുവിനോടും അതുപോലെ തന്നെ രേഖയോടും കാഞ്ചനയോടും ആയിട്ട് സങ്കടങ്ങളും പരിഭവങ്ങളും പറയുകയാണ്. അപ്പം കാഞ്ചന പതിവ് ഡയലോഗ് അടിക്കുന്നുണ്ട്, മൊബൈൽ മാറ്റിയാൽ പോരേ. അപ്പം ദേഷ്യത്തോടെ വിലാസിനി പറയുന്നുണ്ട്, മൊബൈലിൻ്റെ കുഴപ്പമല്ല, തലയുടെ കുഴപ്പാ. അത് മാമിക്ക് മനസ്സിലായല്ലേ? അപ്പോൾ ദേഷ്യത്തോടെ പറയാണ്, അതെ, എനിക്ക് നല്ല കണ്ണട വാങ്ങിച്ച് വെച്ചാലേ തലവേദന മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ രഞ്ജു ചോദിക്കും, എന്നിട്ട് എന്താ വെക്കാത്തേ? അപ്പോൾ വിലാസിനി സങ്കടത്തോടെ പറയാണ്, എൻ്റെ ഭദ്രേട്ടൻ്റെ കയ്യിൽ കാശില്ല, കാശുള്ള വിനോദോ പ്രിയോ ഞാൻ ഇക്കാര്യം പറഞ്ഞ് കേട്ടതായി നടിക്കില്ല. അപ്പോൾ രഞ്ജു പറയാണ്, ആൻറ്റിയുടെ മൂത്ത മോളോട് ചോദിച്ചാൽ കണ്ണടയല്ല ഒപ്റ്റിക്കൽ ഷോപ്പ് തന്നെ വാങ്ങിത്തരില്ലേ? അപ്പോൾ വിലാസിന് പറയാണ്, അവൾ തന്നതുവാ, അതിലും ഭേദം ഞാനങ്ങ് പിച്ചയ്ക്ക് പോകുന്നതാ. അപ്പോൾ രേഖ പറയുന്നുണ്ട്, ആൻറ്റിയുടെ തലവേദന മാറാൻ കണ്ണാടി വെച്ചാൽ പോരെ, അത് ഗീതു ചെയ്തു തരും. അപ്പോൾ വിലാസിന് കൈകൂപ്പിക്കൊണ്ട് പറയാണ്, അയ്യോ ഇനി അത് വേണ്ട. എൻ്റെ മക്കളുടെ എല്ലാം വിചാരം ഞാൻ വലിയ ആഡംബരക്കാരിയും ദൂർത്തടിക്കാരിയും ആണെന്നൊക്കെയാണ്. അതുകൊണ്ട് ഇനി ഞാൻ അവരോട് കാശ് ചോദിക്കുന്ന പ്രശ്നമേ ഇല്ല. എൻ്റെ മരുമകനോട് ചോദിച്ചാൽ മതി, എൻ്റെ മോൻ എനിക്ക് ആവശ്യത്തിനുള്ള കാശ് തരും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി റൂട്ട് എങ്ങോട്ടേക്കാ ഗോവിന്ദിന് നേരെയുള്ളതാണെന്ന്. എല്ലാവരും പരസ്പരം ചിരിക്കുകയാണ്. അപ്പോഴേക്കും വിലാസിന് പിന്നെ സ്നേഹത്തോടെ പറയും, അവനോട് പൈസ ചോദിക്കാനാണ് ഞാനിപ്പോൾ വന്നത് തന്നെ. അവനാണെങ്കിൽ ഇതുവരെ എത്തിയിട്ടുമില്ല. അപ്പോഴേക്കും കാഞ്ചന പറയാണ്, അത് വന്ന് മാമി കാശ് ചോദിക്കാൻ വരുന്ന ഗീതു പാപ്പ മാമനോട് പറഞ്ഞു കാണും. അപ്പോൾ വിലാസിന് പറയാണ്, അയ്യടാ, ഞാൻ കടം ചോദിക്കാൻ വന്നതൊന്നുമല്ല, എൻ്റെ മോനോട് ചോദിക്കാനുള്ള അവകാശമുള്ളത് കൊണ്ട് വന്നതാണ്. അപ്പം രേഖ ചോദിക്കുന്നുണ്ട്, ഇത്രയും നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഗോവിന്ദേട്ടനോട് ചോദിക്കണോ? അയ്യോ എൻ്റെ പൊന്നുമോളെ, നീ വിചാരിക്കുന്നത് പോലെ അതത്ര നിസ്സാര കാര്യമൊന്നും അല്ല. വിലാസിനി സങ്കടത്തോടെ പറയാ, എൻ്റെ മരുമോൻ കനിഞ്ഞാലേ എൻ്റെ ആഗ്രഹം നടക്കൂ. അപ്പോഴേക്കും ഗോവിന്ദും ഗീതുവും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഗീതുവിൻ്റെ അമ്മയെ കണ്ടപ്പോൾ തന്നെ ഗോവിന്ദ് പുഞ്ചിരിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. പക്ഷേ ഗീതുവിൻ്റെ മുഖത്ത് കുറച്ചൊരു ദേഷ്യമുള്ളൊരു ഭാവമാണ്. രണ്ടുപേരും കണ്ടപ്പോഴേക്കും രഞ്ജുവും ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും നേരെയല്ല അവരുടെ അടുത്തേക്ക് നടന്ന് ചെല്ലുകയാണ്. അപ്പോൾ ഗോവിന്ദ് കുശലാന്വേഷണം നടത്തുകയാണ്, ഗീതുവിൻ്റെ അമ്മ എപ്പോൾ വന്നു? അത് പിന്നെ മോനെ കുറച്ച് നേരമായി വന്നിട്ട്, മോനെ കാത്തിരിക്കുകയായിരുന്നു, 1-2 കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞിട്ട്, പറഞ്ഞോളൂ. അപ്പോൾ രഞ്ജു ഇടയിൽ കയറുകയാണ്, അമ്മയ്ക്ക് വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ എനിക്ക് ഗോവിന്ദേട്ടനെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. എന്നിട്ട് ഗോവിന്ദിൻ്റെ കയ്യിൽ കടന്നിട്ട് പിടിക്കുകയാണ്, അതായത് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതുവിൻ്റെ അമ്മയ്ക്ക് എന്താ സംസാരിക്കാനുള്ളതെന്ന് കേൾക്കട്ടെ. ബാക്കിയുള്ള എല്ലാവരും അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്, കാരണം രഞ്ജുവിൻ്റെ ആ ഒരു പെട്ടെന്നുള്ള കടന്നുകയറ്റം കണ്ടപ്പോൾ. അപ്പോൾ രഞ്ജു കൂളായിട്ട് പറയുകയാണ്, അവരമ്മയും മോള് സംസാരിക്കട്ടെ, നമുക്ക് അപ്പോഴേക്കും മുകളിൽ പോയി സംസാരിച്ചിട്ട് വരാം. എന്നിട്ട് ഗോവിന്ദിൻ്റെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് ഗീതു മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗീതു അടക്കം എല്ലാവരും ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. ഭാര്യ എന്ന അർത്ഥത്തിൽ ഗീതു ഇവിടെ നിൽക്കുമ്പോൾ ഗീതുവിൻ്റെ മുന്നിൽ കൂടെ അത്രയും സ്വാതന്ത്ര്യത്തോടെ രഞ്ജു വലിച്ചു കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും അതൊരു ദേഷ്യമാണല്ലോ. ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പം രേഖ പറയുന്നുണ്ട്, ഗീതു നീ അതൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ ഒരു ഷോ മാത്രമാണ്. അപ്പോഴേക്കും വിലാസിന് പറയുന്നുണ്ട്, ആ താടകയാണ് നിൻ്റെയും മോൻ്റെയും ജീവിതം കുട്ടിച്ചോറാക്കാൻ വേണ്ടി നിൽക്കുന്നത്, നമുക്കൊരു കൂടോത്രം ചെയ്താലോ? അപ്പോഴേക്കും ഗീതു ദേഷ്യത്തോടെ അമ്മയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇനി അതിൻ്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ, അമ്മ ഇപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അപ്പോഴേക്കും വിലാസിനെയും ചൂടാവുകയാണ്, നിങ്ങളുടെ കാര്യം നോക്കി പോയി എന്ന് വിചാരിച്ച് എനിക്ക് എൻ്റെ കാര്യം നോക്കണ്ടേ? അപ്പം കാഞ്ചന പറഞ്ഞു കൊടുക്കുകയാണ്, മാമി മുഖത്ത് വെക്കുന്ന കണ്ണട വാങ്ങിക്കാൻ വേണ്ടി വന്നതാ.
അപ്പോൾ ഗീതു അമ്മയുടെ നേരെ നോക്കുകയാണ്. പെട്ടെന്ന് വിലാസിനി സാധാരണ പോലെ പാവത്തിനെ പോലെ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ തലവേദനയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് മാറാൻ കണ്ണാടി വെക്കണം. ആ വെക്കണം. അപ്പോൾ വിലാസിനി പറയാം, അത് കണ്ണാടി വെക്കാൻ 50,000 രൂപയാവും. അപ്പം ഗീതു ഞെട്ടിക്കൊണ്ട് വെക്കും, കണ്ണടയ്ക്ക് 50,000 രൂപയോ? അതുപോലെ തന്നെ രേഖയും കാഞ്ചനയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. എന്നിട്ട് രേഖയും ചോദിക്കുന്നുണ്ട്, ആൻറ്റി അത്രയും വില കൂടിയ കണ്ണാടി വേണോ? അപ്പം കാഞ്ചന തമാശയാക്കിയിട്ട് പറയാണ്, അത്രയും പണം ഉണ്ടെങ്കിൽ കണ്ണ് തന്നെ മാറ്റി വെക്കാലോ. അപ്പം വിലാസിനിക്ക് ദേഷ്യം വരും, എൻ്റെ തലവേദന മാറാൻ അത്രയും വിലയുടെ കണ്ണാടി തന്നെ വേണം. വലിയ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ വില കൂടിയ കണ്ണാടിയല്ലേ വെക്കുന്നേ. എൻ്റെ മോള് ഗോവിന്ദിനോട് പറഞ്ഞിട്ട് ആ കാശ് എനിക്ക് വാങ്ങിച്ചതാ. അപ്പോൾ ഗീതു ചിരിച്ചോണ്ട് പറയാണ്, ഞാൻ വാങ്ങിച്ചു തന്നെ തന്നെ. അപ്പോൾ വേഗം ഗീതുവിൻ്റെ കയ്യിലേക്ക് കടന്നു പിടിച്ചിട്ട് വിലാസിനി പറയാണ്, എൻ്റെ മോളെ, കോടീശ്വരനായ മരുമോൻ്റെ നിലയും വിലയൊക്കെ ഞാൻ നോക്കണ്ടേ? ആ അന്തസ്സ് നിലനിർത്താൻ 50,000 രൂപയുടെ കണ്ണാടി എങ്കിലും വേണം. അപ്പോൾ ഗീതു കൈ തട്ടി മാറ്റിക്കൊണ്ട് പറയും, ഇതേ കാശ് പിടുങ്ങാനുള്ള പുതിയ അടവാ. അല്ല മോളെ, തലവേദന കാരണം എനിക്ക് ഉറക്കേയില്ല. വിലാസിനിയുടെ നാടകം കണ്ട സമയത്ത് രേഖ പറയുന്നുണ്ട്, ഗീതു നീ നിൻ്റെ അമ്മയെ നാളെ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിക്ക്. രേഖ പറഞ്ഞതുകൊണ്ട് തന്നെ ഗീതു പറയാണ്, നാളെ ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പേ അതുവഴി വരാം, എന്നിട്ട് നമുക്കൊരു ഐ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടിട്ട് പോവാം. എന്നിട്ട് അമ്മയ്ക്ക് പറ്റിയ കണ്ണാടി ഞാൻ വാങ്ങിച്ചു തരാം. അപ്പോഴേക്കും വീണ്ടും വിലാസിനി സ്നേഹത്തോട് പറയാം, അതേ എൻ്റെ മോൾ അത്രയൊന്നും കഷ്ടപ്പെടണ്ട, കണ്ണാടി അമ്മ വാങ്ങിച്ചോളാം. അതിൻ്റെ വില കാശോ ചെക്കോ ആയിട്ട് തന്നാൽ മതി. അപ്പോൾ ഗീതു ഇങ്ങനെ നടന്നത് തന്നെ എന്നൊരർത്ഥത്തിൽ തലയാട്ടാണ്. അതിനുശേഷം ഗീതു പറയുന്നുണ്ട്, ആദ്യം ഡോക്ടറെ ഒന്ന് കാണിക്കാം. അമ്മ ഇവിടെ ഇരിക്കേ, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം കേട്ടോ. ഗീതു ഡ്രസ്സ് മാറ്റാൻ പോയപ്പോഴേക്കും രേഖ ചോദിക്കുന്നുണ്ട്, ആൻറ്റിക്ക് ചായ എടുക്കട്ടെ? ഇനിയിപ്പോൾ എന്ത് ചായ കുടിക്കാനാ? അപ്പോൾ കാഞ്ചന പിന്നെന്ന് പറയുന്നുണ്ട്, മാമിയുടെ ആഗ്രഹം പൊളിഞ്ഞു. അപ്പോൾ രേഖയും ചിരിക്കുകയാണ്. വിലാസിനി പറയുന്നുണ്ട്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് അവർ രണ്ടുപേരും പോയപ്പോൾ വിലാസിന് ഐഡിയ പൊളിഞ്ഞ ഒരു സങ്കടത്തിൽ അവിടെ ഇരിക്കുകയാണ്. അതേസമയം ഗോവിന്ദിനെയും കൂട്ടിക്കൊണ്ടുപോയ രഞ്ജുവിനോട് ഗോവിന്ദ് പറയുന്നുണ്ട്, ഇതിൽ ഈഗോ കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല രഞ്ജു, ഗീതു കമ്പനിയുടെ വൈസ് ചെയർമാനാ. പക്ഷേ രഞ്ജുവിന് അതൊന്നും മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം ഗീതുവിൻ്റെ മുമ്പിൽ താഴുന്നത് പോലെയാണ് രഞ്ജുവിന് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ബയോഡാറ്റയും സർട്ടിഫിക്കറ്റും ഗീതുവിന് അയച്ചു കൊടുക്കേണ്ടത് കമ്പനിയുടെ ഒരു ഫോർമാലിറ്റീസ് മാത്രമാണ്. അപ്പോഴേക്കും ഗീതു സ്റ്റെപ്പ് കയറി ഡ്രസ്സ് മാറ്റാൻ വേണ്ടി മുറിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇവരുടെ സംസാരം ഗീതു കേൾക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജു പറയുകയാണ്, എൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ അവൾക്ക് അയച്ചു കൊടുത്തിട്ട് എനിക്ക് ആ ജോലി വേണ്ട. ഗോവിന്ദേട്ടനെ കുറിച്ച് ഓർത്ത് എനിക്ക് സഹതാപം തോന്നുന്നു. നിങ്ങൾ ഇത്രയും പെൺകോന്തനാവരുത്. പക്ഷേ ഗോവിന്ദ് അതിന് മറുപടി ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ തൊട്ട് പിന്നും തന്നെ ഗീതു ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജു ലാസ്റ്റ് പറഞ്ഞ വാക്കുകൾ, ഒന്നുമില്ലെങ്കിൽ അവൾക്ക് മുമ്പ് AGMൻ്റെ വൈസ് ചെയർമാൻ ആവേണ്ട ആളായിരുന്നു ഞാൻ. അപ്പോൾ ഗീതുവിൻ്റെ കൺട്രോൾ മൊത്തം നശിച്ചിട്ടുണ്ടായിരുന്നു. ഗീതു കൈയടിച്ചിട്ട് വിളിക്കുകയാണ്, ഹലോ എക്സ്ക്യൂസ് മീ, നീ ഇത് മുമ്പും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏത് വകുപ്പിലാണ് നീ എനിക്ക് മുമ്പേ AGM ഭരിക്കേണ്ടിയിരുന്നത്? അപ്പം ഗോവിന്ദും രഞ്ജു ഒരുപോലെ തിരിഞ്ഞ് ഗീതുവിനെ നോക്കുകയാണ്. ഗീതു കേൾക്കുന്നുള്ളത് അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗീതു തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ കണ്ണേട്ടൻ്റെ മുൻ ഭാര്യയോ അതോ പെങ്ങളോ? അപ്പോൾ സത്യം പറഞ്ഞാൽ ഗോവിന്ദ് ഞെട്ടി ഷോക്കായി പോവാണ്. അപ്പോഴേക്ക് രഞ്ജുവിനും ദേഷ്യം വരുവാണ്. ഞാൻ ആരാണെന്ന് ഗോവിന്ദേട്ടൻ അറിയാം. അങ്ങനെ നിൻ്റെ ഗോവിന്ദേട്ടൻ മാത്രം അറിഞ്ഞാൽ പോരാ, മിസ്സിസ് ഗോവിന്ദ് മാധവായ ഞാനും അറിയണം. അപ്പോൾ രഞ്ജു തിരിച്ചു ചോദിക്കുകയാണ്, വാശിയാണോ? അതെ, പിടിവാശി തന്നെയാ. അപ്പം രഞ്ജു ഗോവിന്ദിന് നേരെ തിരിഞ്ഞോട്ട് ചോദിക്കുകയാണ്, പറയട്ടെ ഗോവിന്ദേട്ടാ? അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ പേടിച്ച് കണ്ണോണ്ട് പറയല്ലേ എന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഗീതു വീണ്ടും തൻ്റെ ഇടത്തോടെ പറയാണ്, ഹലോ ഇവിടെ നോക്ക്. വെറുതെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് പറയട്ടെ ഗോവിന്ദേട്ടാന്ന് ചോദിച്ചിട്ട് ഈ മനുഷ്യനെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട. നിനക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അത് ശരിക്കും രഞ്ജുവിനുള്ള വെല്ലുവിളിയായിരുന്നു. പക്ഷേ ഗോവിന്ദ് ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. രഞ്ജു ആണെങ്കിൽ തോറ്റ മട്ടിലായിപ്പോയി. അപ്പോൾ ഗീതു വീണ്ടും വെല്ലുവിളിയോടെ പറയാണ്, AGMൽ നിൻ്റെ അവകാശം എന്താണെന്നറിയാതെ നിന്നെ ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇനി അവകാശം എന്താണെന്ന് നീ പറഞ്ഞാലും അംഗീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഈ ഞാനാ. അപ്പോൾ ഗോവിന്ദ് ഗീതു പറയുന്നത് കേട്ടിട്ട് ഒന്നും തിരിച്ചു പറയാതെ നിൽക്കുന്നുണ്ടപ്പോഴേക്കും രഞ്ജുവിന് ദേഷ്യം വരികയാണ്. ഇവളിങ്ങനെ എന്നെ അപമാനിക്കുന്നത് കേട്ടിട്ട് ഗോവിന്ദേട്ടൻ മിണ്ടാതെ നിൽക്കുകയാണോ? അതിനാണോ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? അപ്പോഴേക്കും ഗീതു അവിടെ ഒരു പരിഹാസഭാവത്തിൽ നിൽക്കുകയാണ്, ഞാൻ തന്നെ ജയിച്ചു എന്നുള്ളൊരു മട്ടിൽ. അപ്പോൾ ഗോവിന്ദ് രണ്ടുപേർക്ക് ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. എന്നിട്ട് ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലിങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത് ഗീതു. എന്നിട്ട് ഗീതുവിൻ്റെ ചെവിയിലായിട്ട് പറയും, ഒന്നുമില്ലെങ്കിൽ നിൻ്റെ അമ്മ താഴെ ഇരിക്കുന്നെങ്കിലും നീ ഓർക്കണം. അപ്പോഴേക്കും രഞ്ജുവിന് ദേഷ്യം വരികയാണ്. ആഹാ, ഗോവിന്ദേട്ടൻ ബെസ്റ്റ് ഹസ്ബൻഡ് ഓഫ് ദ ഇയർ ആണെന്ന് തെളിയിച്ചു. കുറച്ചുകൂടെ കൊഞ്ചായിരുന്നു. അപ്പോഴേക്കും ഗീതുവിന് ദേഷ്യം വരികയാണ്. അതിനെ നിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. എൻ്റെ കണ്ണേട്ടൻ ബെസ്റ്റ് ഹസ്ബൻഡ് ഓഫ് ദ ഇയർ അല്ല, എവറാണ്. ഗീതുവിൻ്റെ ആ ഒരു അഭിനന്ദനം കിട്ടിയ സമയത്ത് ഗോവിന്ദിന് ചെറുതായിട്ടൊരു സന്തോഷം വരികയാണ്. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഗീതു പറയുന്നുണ്ട്, ഹസ്ബൻഡ് മാത്രമല്ല, കണ്ണേട്ടൻ ജം ഓഫ് ദ മാൻ ആണ്. നല്ല ഭർത്താവ്, നല്ല മകൻ, നല്ല സഹോദരൻ. ശരിക്കും പറഞ്ഞാൽ ഗോവിന്ദ് അതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ രഞ്ജുവിന് ഇങ്ങനെ ദേഷ്യം കയറുകയാണ്. അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഗീതു പറയുന്നത്, എല്ലാത്തിലും ഉപരി നല്ലൊരു മനുഷ്യനും.
ഗീതുവിൻ്റെ ഉള്ളിൽ തനിക്ക് അത്രയും വിലയുണ്ടെന്ന് അറിഞ്ഞപ്പം ഗോവിന്ദിന് ചെറുതായിട്ടൊരു സന്തോഷം വരുന്നുണ്ട്. പക്ഷേ അതവിടെ പ്രകടിപ്പിക്കുന്നില്ല. അപ്പോഴേക്കും രഞ്ജുവും ദേഷ്യത്തോടെ പറയാണ്, അതൊക്കെ എനിക്കും അറിയാം, ഇവിടുത്തെ വിഷയം AGMലേക്കുള്ള എൻ്റെ അപ്പോയിൻമെൻറ്റാ. അപ്പോൾ ഗീതു അതേ ദേഷ്യത്തോടെ പറയും, ഞാൻ AGMൻ്റെ വൈസ് ചെയർമാൻ ആയിരിക്കുന്നിടത്തോളം കാലം നിൻ്റെ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടിയിരിക്കണം, എങ്കിലേ നിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ റെഡിയാവൂ. അപ്പം രഞ്ജു ഗോവിന്ദിനെ നോക്കുകയാണ്. അപ്പോൾ ഗീതു വീണ്ടും വെല്ലുവിളിക്കുന്നുണ്ട്, അതല്ല, എനിക്ക് മുമ്പേ AGM ഭരിക്കേണ്ടവളാണെന്ന അഹങ്കാരത്തിലാണെങ്കിൽ നീ ഈ കമ്പനി കാലുകുത്തുന്നത് എനിക്കൊന്ന് കാണണം. എന്നിട്ട് എങ്ങനെ പോയാലും ഗോവിന്ദിൻ്റെ ജീവിതത്തിൽ തൻ്റെ സ്ഥാനവും തട്ടും താണു തന്നെ ഇരിക്കുന്ന ഒന്നും കൂടെ ഉറപ്പിച്ചതിന് ശേഷമാണ് ഗീതു അവിടുന്ന് പോകുന്നത്. ഗീതു പോയതിന് ശേഷം രഞ്ജു ദേഷ്യത്തോടെ ഗോവിന്ദിനോട് പറയുന്നുണ്ട്, AGMൽ പ്രിയക്കും ഗീതുവിനും ഗോവിന്ദേട്ടനുള്ള അതേ സ്ഥാനം തന്നെ എനിക്കും ഉണ്ട്. പക്ഷേ ഗോവിന്ദിനൊന്നും പറയാൻ പറ്റുന്നില്ല രഞ്ജുവിൻ്റെ അടുത്ത്. അപ്പോൾ രഞ്ജു വീണ്ടും ദേഷ്യത്തോടെ പറയാണ്, എന്നിട്ട് അവൾ എന്നെ നാണം കെടുത്തി പോയത് ഗോവിന്ദേട്ടൻ നോക്കി നിന്നു. പ്രിയയോട് ഇങ്ങനെയൊക്കെ പറയാൻ ഇവൾ ധൈര്യപ്പെടുവോ? അപ്പം ഗോവിന്ദ് തിരിച്ച് പറയുന്നുണ്ട്, പ്രിയയും അവളോട് ഇങ്ങനെ നീ സംസാരിക്കും പോലെ സംസാരിക്കില്ല. അതിനുശേഷം ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഗോവിന്ദ് പറയുന്നുണ്ട്, നിന്റെ ബയോഡാറ്റ നീ എനിക്ക് അയച്ചു തന്നാൽ മതി, നിനക്കുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഞാൻ നേരിട്ട് തന്നാൽ അവൾക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ രഞ്ജു അവിടെയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. എന്തിനു വേണ്ടി ഞാൻ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം? നട്ടലുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ അവളെ അനുസരിപ്പിക്കുകയാണ് വേണ്ടത്, എങ്കിലേ ഞാൻ വിലയുള്ളവളാണെന്ന് എനിക്ക് പോലും തോന്നൂ. എന്നിട്ട് രഞ്ജുവും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോവാണ്. അപ്പോഴേക്കും ഗോവിന്ദനും ദേഷ്യം വരുന്നുണ്ട്, എന്തറിഞ്ഞിട്ടാണ് ഗീതു ഇങ്ങനെ തിളക്കുന്നത്? അവളോട് ചോദിച്ചിട്ട് തന്നെയുള്ളൂ കാര്യം. എന്നിട്ട് ഗീതുവിൻ്റെ മുറിയിലേക്ക് ചെന്നിട്ട് വാതിലിൽ ലോക്കാണ്. അപ്പോൾ വാതിലിൽ മുട്ടുമ്പോൾ ഗീതു പറയുന്നുണ്ട്, തുറക്കാം, പെട്ടെന്ന് തുറക്ക്. അപ്പോൾ ഗീതു തിരിച്ച് വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ ഡ്രസ്സ് മാറ്റുന്ന സീന് കാണാൻ അത്രയ്ക്ക് തിരക്കാണല്ലേ, എനിക്ക് തുറക്കുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് ഗോവിന്ദ്, അയ്യേ അവൾക്ക് ഡ്രസ്സ് മാറാൻ കണ്ട സമയം. അപ്പോഴേക്കും ഗീതു വാതിൽ തുറക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദ് തിരിഞ്ഞു നോക്കുമ്പോൾ പറയുന്നുണ്ട്, ഡോർ ലോക്ക് ചെയ്താൽ കുറ്റം, ചെയ്തില്ലെങ്കിൽ കുറ്റം, ഞാൻ എന്ത് ചെയ്താലും കുറ്റം. ഈശ്വരാ, ഈ വീട്ടിൽ ഡ്രസ്സ് മാറാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലല്ലോ. അപ്പോഴേക്കും ഗോവിന്ദ് മുറിയിൽ കയറിയിട്ട് വാതിൽ വലിച്ചടക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദ് വാതിൽ ലോക്ക് ചെയ്ത സമയത്തേക്ക് ഗീതു പറയും, അയ്യോ ലോക്ക് ചെയ്യല്ലേ കണ്ണേട്ടാ, ആ കുഞ്ചു കണ്ടാലേ നമ്മളെ തെറ്റിദ്ധരിക്കും, സീനാകെ ഷോക്കാവുവേ. അപ്പോഴേക്കും ഗോവിന്ദ് ദേഷ്യത്തോടെ പറയും, ഈ സീന് സീരിയസാ, ഇതിനെ കോമഡിയാക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഗീതു പിറുപിറുക്കുകയാണ്, എങ്കിലേ കോമഡിയും ട്രാജഡിയൊക്കെ ചേർന്ന് ഇത് അവിയൽ പരുവാവും, പറഞ്ഞേക്കാം. അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ പറയും, എന്താടി പിറുപിറുക്കുന്നേ, വല്ലതും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാനില്ല, സീരിയസ് ആയിട്ട് എന്തോ പറയാൻ വന്നത് കണ്ണേട്ടനല്ലേ, പറ, ഞാൻ കേൾക്കാം. അപ്പോഴേക്കും ഗോവിന്ദ് കൈയൊക്കെ വലിഞ്ഞ് കെട്ടിയിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു കോൺട്രാക്റ്റാണ്, മറ്റുള്ളവരോട് പറയരുതെന്ന് ഈ കെഞ്ചിയത് കൊണ്ടാണ് ഞാൻ രഞ്ജുവിന് മുമ്പിൽ വെച്ച് ഒന്നും പറയാതിരുന്നത്. അപ്പോഴേക്കും ഗീതു ചാടി എഴുന്നേക്കാണ്, ഒബ്ജക്ഷൻ യുവർ ഓണർ, ഞാൻ ആരോടും കെഞ്ചിയിട്ടൊന്നുമില്ല. ഈ കല്യാണത്തിലെ ഒന്നാം സാക്ഷി പ്രിയയോട് സത്യം തുറന്നു പറയാതിരിക്കാൻ വേണ്ടിയാണ് ഒന്നാം പ്രതി ഗോവിന്ദ് മാധവ് ഈ ത്യാഗം സഹിച്ചത്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ദേ കൂടുതൽ വെളച്ചിലെടുക്കരുതേ, രഞ്ജുവിനെ അപ്പോയിൻറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഗീതു പറയാണ്, ഓക്കെ, അവളാദ്യം ബയോഡേറ്റയും സർട്ടിഫിക്കറ്റും എനിക്ക് തരട്ടെ, യോഗ്യതയുണ്ടെങ്കിൽ നിയമിക്കാം. അപ്പോൾ ഗോവിന്ദ് വെല്ലുവിളിക്കുകയാണ്, നീ എന്നെ തോപ്പിക്കാൻ വന്നാ ഡയറക്റ്റ് ബോർഡ് കൂടി ഞാൻ അവളെയും നിന്നെ പോലെ വൈസ് ചെയർമാൻ ആക്കും. ആഹാ, ഐഡിയ കൊള്ളാം. കണ്ണേട്ടൻ ആദ്യം ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടു നോക്ക്. ചരിത്രത്തിൽ ആദ്യമായി അറക്കൽ ഗോവിന്ദ് മാധവ് കൂടിയ ബോർഡ് മീറ്റിംഗ് പൊളിഞ്ഞ് പാളീസാവും. അപ്പോൾ തിരിച്ച് ഗോവിന്ദ് പറയുന്നുണ്ട്, ഇല്ലടി, രാധികാമ്മയും വരുണും എൻ്റെ കൂടെ നിൽക്കും, നീ ഒറ്റപ്പെടും. അപ്പോൾ ഗീതു വീണ്ടും പറയാണ്, ആഹാ, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നാളെ തന്നെ ഡയറക്റ്റ് ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ട്, എന്താ ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗോവിന്ദ് ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ്, നിങ്ങളുടെ കുഞ്ചുവിനെ ഈ അറക്കൽ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കുകയാണ് രാധികാമ്മയും വരുണും. അപ്പോഴാ ഒരു വൈസ് ചെയർമാൻ കുഞ്ചു, ഒന്ന് ചിരിപ്പിക്കാതെ പോകണ്ണേട്ടാ. അപ്പോൾ പതറിക്കൊണ്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, രഞ്ജുവിനെ അവർക്ക് ഇഷ്ടമല്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ വിശ്വസിക്കണ്ട, നിങ്ങളുടെ പ്രിയപ്പെട്ട രാധികാമ്മയോട് ചോദിച്ചു നോക്ക്, അവർ തന്നെ പറയും. അതൊക്കെ പോട്ടെ, എൻ്റെ ഒപ്പം വൈസ് ചെയർമാനായിട്ട് AGMൽ അവളെ പ്രതിഷ്ഠിക്കാൻ കണ്ണേട്ടൻ്റെ ആരാവള്? വെറും ഫ്രണ്ടാണെന്നുള്ള സ്ഥിരം മറുപടി വേണ്ട, അതിവിടെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഗോവിന്ദും തിരിച്ചു പറയാണ്, ഞാനും രഞ്ജുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നീ അറിയണ്ട. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എൻ്റെ അമ്മോ, ഇത്രയധികം രഹസ്യങ്ങൾ ഒരു മനുഷ്യന് പോലും ഉണ്ടാവാൻ പാടില്ല. അമേരിക്കയിലെ ചാര സംഘടനയ്ക്ക് പോലും ഈ അറക്കൽ കുടുംബത്തിൻ്റെ അത്രയും രഹസ്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഗോവിന്ദ് പറയാണ്, രഹസ്യങ്ങൾ നിനക്കും ഇല്ലേ? അതൊന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ, അപ്പോൾ അങ്ങോട്ട് കാണിക്കുന്ന മര്യാദ ഇങ്ങോട്ടും കാണിക്കണം. അപ്പോൾ ഗീതു അത്ഭുതത്തോടെ നോക്കിയിട്ട് ചോദിക്കും, കണ്ണേട്ടൻ അറിയാതെ എന്ത് രഹസ്യങ്ങളാണ് ഞാൻ മറച്ചു വെക്കുന്നത്? അപ്പോൾ ഗോവിന്ദ് തിരിച്ചു ചോദിക്കുകയാണ്, നിൻ്റെ ക്യാബിനിലെ CCTV വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാ? ആഹാ, അങ്ങനെ വരട്ടെ, ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ. എൻ്റെ മേൽ സ്പൈ വർക്ക് ചെയ്യാൻ കണ്ണേട്ടന് നാണയില്ലേ? ആദ്യം ഗോവിന്ദ് ഒന്ന് ചമ്മുവാണെങ്കിൽ പിന്നെ പറയും, കയ്യിലിരിപ്പ് മോശമാകുമ്പോൾ ചിലപ്പോൾ സ്പൈ വർക്ക് ചെയ്യേണ്ടി വരും. നിൻ്റെ ക്യാബിനിലെ CCTV വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം, പറ. രഞ്ജുവും കണ്ണേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞാൽ ഞാനും അത് പറയാം, നീ പറയാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ, ഗോവിന്ദ് പറയാണ്. ഓ ശരി, എങ്കിൽ രഞ്ജു ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കാം. പെട്ടെന്ന് ഗോവിന്ദ് ഞെട്ടുകയാണ്. അപ്പം ഗീതു ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ ഞെട്ടിയോ? ഓ എന്ത് ഞെട്ടാൻ, നത്തിങ്. എന്നിട്ട് ഗോവിന്ദ് അവിടെ നിന്ന് പോകുമ്പോൾ ഗീതു ഒറ്റയ്ക്ക് പറയാണ്, അങ്ങാടി തോറ്റതിന് CCTVയെ കുറ്റം പറയുന്നോ? അല്ല, അപ്പോൾ എൻ്റെ ക്യാബിനിൽ CCTV വർക്ക് ചെയ്യുന്നില്ലേ? അവർണികയെ ഒന്ന് വിളിച്ചു നോക്കിയാലോ?
അല്ലേ വേണ്ട, അവൾ റെസ്റ്റിലായിരിക്കും, കിഷോറിനൊന്ന് വിളിച്ചു നോക്കാം. കിഷോറിൻ്റെ ഫോൺ ബെല്ലടിയുന്നത് കേട്ടിട്ട് അവർണികയാണ് വന്ന് നോക്കുന്നത്. അപ്പോൾ ഗീതുവിൻ്റെ പേരാണ് കാണുന്നത്. ഫോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും കിഷോർ വന്ന് ഫോൺ എടുക്കുകയാണ്. ഹലോ, എന്താ മാഡം നേരിട്ട് എൻ്റെ ഫോണിലേക്ക്? അത് അവർണിക റെസ്റ്റിലായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ കിഷോറിനെ നേരിട്ട് വിളിച്ചത്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പം കിഷോർ പറയാണ്, മാഡം സംസാരിച്ചതിന് ശേഷം ഞാൻ അവർണികയോട് ഏറ്റവും നന്നായിട്ടാണ് പെരുമാറുന്നത്, അവളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയാണ്, മറ്റൊരാൾ പറഞ്ഞിട്ടല്ല സ്വന്തം ഭാര്യയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. സ്വന്തം ഭാര്യയും അവളുടെ വയറ്റിലുള്ളത് സ്വന്തം കുഞ്ഞുമാണെന്നുള്ള ബോധം വേണം. ശരി മാഡം, ഇനി ഞാൻ അങ്ങനെ ചെയ്തോളാം. ഞാനിപ്പോൾ കിഷോറിനെ വിളിച്ചത് എൻ്റെ ക്യാബിനിലെ CCTV വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാനാ. അപ്പോൾ കിഷോർ ഫോൺ സ്പീക്കറിൽ ഇട്ടുകൊണ്ട് ചോദിക്കും, എന്താ മാഡം കൃത്യമായില്ല. അപ്പം അവർണികയും കേൾക്കുന്നുണ്ട്, എൻ്റെ ക്യാബിനിലെ CCTV വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന്. അത് അന്ന് മാഡത്തിൻ്റെ ക്യാബിനിലെ എന്തൊക്കെയോ ഡാറ്റ നഷ്ടപ്പെട്ടത് കൊണ്ട് അവിടത്തേക്കുള്ള CCTV വേണ്ടാന്ന് മാഡം പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഗീതു ദേഷ്യത്തോട് പറയും, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ കിഷോർ പറയുന്നുണ്ട്, ഞാൻ ഫോൺ സ്പീക്കറിലിട്ടിരിക്കുക, അവർണികയും കേൾക്കുന്നുണ്ട്. അല്ല അപ്പം മാഡം എന്താ പറഞ്ഞത്? എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ചില ഡാറ്റാസ് നഷ്ടപ്പെട്ടപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞതാണെന്ന് അവർണികയ്ക്ക് മനസ്സിലായില്ലേ. അല്ലാതെ ഞാനത് ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. സോറി മാഡം, ഞാൻ വിചാരിച്ചു. കിഷോർ പറയാണ്. അപ്പം അവർണിക വേഗം ഇടയിൽ കയറുന്നുണ്ട്. ഗീതാഞ്ജലി ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞതാണെന്ന് ഞാൻ കിച്ചുവിനോട് പറഞ്ഞിരുന്നു. ഇവൻ വിചാരിച്ചു അത് സീരിയസ് ആണെന്ന്. അപ്പോൾ ഗീതു പറയാണ്, ഇനിയെങ്കിലും പറയുന്ന കാര്യം മനസ്സിലാക്കുന്ന ആരെയെങ്കിലും കൂടെ നിർത്തുക അവർണിക. അപ്പോൾ കിഷോർ പറയാണ്, എൻ്റെ മിസ്റ്റേക്കാണ് മാഡം, നാളെ തന്നെ ഞാനത് റെഡിയാക്കാം എന്നല്ല, റെഡിയാക്കണം. ശേഷം ഗീതു വിചാരിക്കുകയാണ്, ഇവൻ വിവരം കെട്ടവനാണോ അതോ വിവരക്കേട് അഭിനയിക്കുകയാണോ. കോള് കട്ടായ ശേഷം അവർണിക ചോദിക്കുന്നുണ്ട്, ഗീതാഞ്ജലിയുടെ ക്യാബിനിൽ CCTV വേണ്ടാന്ന് അവർ പറഞ്ഞു എന്നുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ? അതെന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നേ? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പിന്നെന്താ ഞാൻ ഊഹിച്ച് ചെയ്തതാണോ? അപ്പോൾ അവർണിക്ക് സംശയമായി, താൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കിഷോർ വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ടേയിരിക്കുകയാണ്, നീയാണ് പറഞ്ഞത് ഡാറ്റ നഷ്ടപ്പെട്ടതിൽ ഗീതാഞ്ജലിക്ക് സംശയം വരുൺ സാറിനെയാണെന്ന്. അതുകൊണ്ടല്ലേ തന്ത്രപൂർവ്വം നമ്മൾ വരുൺ സാറിൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചത്. പക്ഷേ അവർണിക്ക് അതൊന്നും ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പ്രഗ്നൻസിൻ്റെ ഭാഗമായിട്ട് ഓർമ്മകൾ നഷ്ടപ്പെടുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിനക്ക് ഉറക്കക്കുറവായത് കാരണമാണ്, മര്യാദയ്ക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവർണികയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ സംസാരിച്ചിട്ട് കിഷോർ ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. കിഷോർ പുറത്തു പോയതിന് ശേഷം അവർണിക ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യാണ്. ഹലോ, ഞാൻ അയച്ചു തന്ന നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എടുത്തോ? തിരിച്ചു കിട്ടിയ മറുപടിക്ക് ശേഷം അവർണിക വീണ്ടും പറയുന്നുണ്ട്, എനിക്കത് അത്യാവശ്യമായിട്ട് അറിയണം. ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ജോലികളുള്ളതാ, പെട്ടെന്ന് തന്നെ അത് എടുത്തു തരണം എന്ന് പറഞ്ഞിട്ടാണ് അവർണിക കോൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ ഗീതുവിന് വേണ്ടിയിട്ട് എന്തൊക്കെ പണികളാണ് കിഷോർ വെച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കും. ഇന്നത്തെ കഥ എങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.